എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്? 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി റെപ്രസെന്റ്സ് ദി സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ താഴെ തന്നതിൽ ഏത് ഗ്രാഫാണ് സീറോ ഓർഡർ റിയാക്ഷനെ ഏറ്റവും കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഏതാ ടോപ്പിക്? നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എന്താണ് ഓർഡർ ഓഫ് റിയാക്ഷൻസിൽ സീറോ ഓർഡർ റിയാക്ഷന്റെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഫോർ സീറോ റിയാക്ഷൻ എ ചേഞ്ചസ് ടു പി ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു കെ ടി. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു കെ. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കെ. റേറ്റ് കോൺസ്റ്റന്റ് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതുന്ന റിയാക്ഷൻ ആണ് എ ടി ഈസ് ഈക്വൽ ടു, അതായത് കോൺസെൻട്രേഷൻ അറ്റ് എ ടൈം ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കെ ടി. ദിസ് ഈസ് y ഈസ് ഈക്വൽ ടു സി മൈനസ് എം എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ y ആക്സിസിൽ കോൺസെൻട്രേഷനും x ആക്സിസിൽ ടൈമും ഓഫ് റിയാക്ടന്റ് എന്നാണ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു A0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന്, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഏതാടാ? 2. ഈ ഗ്രാഫ് ആക്ച്വലി NCERT നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കമ്പയറിംഗ് വിത്ത് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ y is equal to mx plus x, we plot r against t, we will get a straight line graph with a slope of minus k and intercept equal to r0. The variation in the concentration of versus time plot of zero order reaction. ഈ ഒരു ഗ്രാഫ് ഡയറക്റ്റ് NCERT നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫാണ്. ആ ഗ്രാഫിൽ നിന്ന് നേരിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അതായത് കൈനറ്റിക്സ് ചോദിക്കാവുന്ന ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസിൽ ഒന്ന് തന്നെയാണ് ഗ്രാഫ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ?